നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജൂലൈ മാസം 28-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കടലാസ് നോട്ടുകൾക്ക് പകരം പ്ലാസ്റ്റിക് അഥവാ പോളിമർ നോട്ടുകൾ പുറത്തിറക്കാനുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശുപാർശയ്ക്ക് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അംഗീകാരം നൽകിയിരിക്കുകയാണ്. പ്ലാസ്റ്റിക് നോട്ടുകളൊക്കെ തന്നെ അവതരിപ്പിക്കാൻ റിസർവ് ബാങ്ക് പദ്ധതിയിടുന്നതായിട്ട് കഴിഞ്ഞ മാസം തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എങ്കിലും ഈ നീക്കം നിലവിലെ കടലാസ് കറൻസികളുടെ അന്ത്യമല്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. വിപണിയിലുള്ള കടലാസ് നോട്ടുകൾക്കൊപ്പം തന്നെ പ്ലാസ്റ്റിക് നോട്ടുകളും വിനിമയം ചെയ്യപ്പെടുമെന്നും ഇവ പ്രചാരത്തിൽ വരുന്നതോടെ കടലാസ് നോട്ടുകൾ പൂർണ്ണമായിട്ട് പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും സർക്കാർ വിശദീകരിക്കുന്നു. ആദ്യഘട്ടത്തിൽ 10-20 രൂപ മൂല്യമുള്ള 100 കോടി പോളിമർ നോട്ടുകളാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ പുറത്തിറക്കുക. ഈ പരീക്ഷണം വിജയകരമായാൽ പ്ലാസ്റ്റിക് നോട്ടുകളുടെയൊക്കെ തന്നെ ഉപയോഗം കൂടുതൽ വിപുലീകരിക്കുന്നതായിരിക്കും. ലോക്സഭയിൽ ഉന്നയിക്കപ്പെട്ട ചോദ്യത്തിന് രേഖാമൂലം നൽകിയ മറുപടിയിൽ കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. സാധാരണ കടലാസ് നോട്ടുകളെ അപേക്ഷിച്ച് പോളിമർ നോട്ടുകൾക്ക് ഈടുനിൽപ്പ് കൂടുതലാണെന്നതാണ് റിസർവ് ബാങ്ക് ഈ മാറ്റത്തിന് പ്രധാന കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. കൂടാതെ ഉയർന്ന പണവിനിമയം നടക്കുന്ന സാമ്പത്തിക വ്യവസ്ഥകൾക്ക് ഇത്തരം നോട്ടുകൾ കൂടുതൽ അനുയോജ്യമാണെന്നും RBI വിലയിരുത്തുന്നു. എങ്കിലും കടലാസ് കറൻസികളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും പ്ലാസ്റ്റിക്കിലേക്ക് മാറ്റാൻ നിലവിൽ യാതൊരു ആലോചനയുമില്ലെന്നും മന്ത്രി ലോക്സഭയിൽ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാന സർക്കാരിൻ്റെ ആദ്യ ഓണാഘോഷങ്ങളുടെ ഭാഗമായിട്ട് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ക്ഷാമബത്ത വിതരണം ചെയ്യാനായിട്ട് നടപടികൾ ആരംഭിച്ചു. ജീവനക്കാരുടെ ജനുവരിയിലെ 2% DAയും പെൻഷൻകാരുടെ തത്തുല്യമായിട്ടുള്ള DR-ഉം ഓണം ബോണസിന് ഉത്സവബത്തയ്ക്കുമൊപ്പം അനുവദിക്കുന്നതാണ് പരിഗണനയുള്ളത്. ഇതുകൂടാതെ ഈ വർഷം ജനുവരി മുതലുള്ള 7 മാസത്തെ DA കുടിശ്ശിക മുൻകാല പ്രാബല്യത്തോടെ പണമായി നൽകാനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലയളവിൽ ഇതുവരെ ക്ഷാമബത്തയ്ക്ക് മുൻകാല പ്രാബല്യം അനുവദിച്ചിരുന്നില്ല. 2019 നടപ്പിലാക്കേണ്ടിയിരുന്ന ശമ്പള പരിഷ്കരണം 2021 നടപ്പിലാക്കിയത്. അന്നുണ്ടായിരുന്ന 7% DA കുടിശ്ശിക ശമ്പള പരിഷ്കരണത്തോടൊപ്പം തന്നെ ലയിപ്പിക്കുകയായിരുന്നു. തുടർന്ന് 2025 ജൂലൈ വരെയുള്ള DA ഈ വർഷം ആരംഭത്തിൽ അനുവദിച്ചെങ്കിലും കുടിശ്ശിക വിതരണം ചെയ്തിരുന്നില്ല. നിലവിൽ 35% DA ലഭിക്കുന്ന ജീവനക്കാർക്ക് ജനുവരിയിലെ 2% കൂടി അനുവദിക്കുന്നതോടെ ക്ഷാമബത്ത 37% വർദ്ധിക്കും. DAയും DR-ഉം അനുവദിക്കുന്നതിലൂടെ ജീവനക്കാർക്കായിട്ട് 54.20 കോടി രൂപയും പെൻഷൻകാർക്കായിട്ട് 38.60 കോടി രൂപയും ഉൾപ്പെടെ പ്രതിമാസം 97.80 കോടി രൂപയുടെ അധിക സാമ്പത്തിക ബാധ്യത സർക്കാരിനുണ്ടാകും. ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് 7 മാസത്തെ കുടിശ്ശിക കൂടി വിതരണം ചെയ്യുന്നതിന് 684 കോടി രൂപ സർക്കാർ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതേസമയം കേന്ദ്ര സർക്കാർ ഈ മാസ അവസാനത്തോടെ 3% ക്ഷാമബത്ത വർധനവ് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഈ വർഷാവസാനത്തോടെ സംസ്ഥാന ജീവനക്കാരുടെ DA 40% ഉയരും. ശമ്പള പരിഷ്കരണം വൈകുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ജീവനക്കാരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന ക്ഷാമബത്ത നിരക്കിലായിരിക്കും ഇത് വരിക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഓണക്കാലത്ത് ജനങ്ങൾക്ക് ആശ്വാസമേകാൻ വൻ പദ്ധതികളുമായിട്ട് സംസ്ഥാന സർക്കാർ സജ്ജമായി കഴിഞ്ഞതായിട്ട് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി വ്യക്തമാക്കി. ഇതിൻ്റെ ഭാഗമായി ഈ വർഷത്തെ ഓണച്ചന്തകളുടെ പ്രവർത്തനം ഓഗസ്റ്റ് 8 മുതലും സൗജന്യ ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് 10 മുതലും ആരംഭിക്കും. ഇത്തവണ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക്, അതായത് AY കാർഡ് ഉടമകൾക്കും വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമാണ് സൗജന്യ ഓണക്കിറ്റിന് അർഹതയുള്ളത്. തുണിസഞ്ചി ഉൾപ്പെടെ 16 ഇനം നിത്യോപയോഗ സാധനങ്ങൾ അടങ്ങുന്ന ഏകദേശം 854 രൂപ ചിലവ് വരുന്ന 6,09,305 സൗജന്യ ഓണക്കിറ്റുകളാണ് വിതരണത്തിനായിട്ട് തയ്യാറാക്കുന്നത്. ഓഗസ്റ്റ് 25-നകം തന്നെ കിറ്റ് വിതരണം പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്നതോടൊപ്പം തന്നെ പൊതുവിപണിയിലെ വിലക്കയറ്റം തടയാനായിട്ട് 1,65,932 മെട്രിക് ടൺ അരിയും 24,506 മെട്രിക് ടൺ ഗോതമ്പും ലഭ്യമാക്കുന്നതാണ്. കൂടാതെ മുൻഗണനേതര വിഭാഗത്തിലെ നീല കാർഡുകൾക്ക് കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ 3 കിലോ അരിയും കിലോയ്ക്ക് 8 രൂപ 70 പൈസ നിരക്കിൽ 2 കിലോ ഗോതമ്പും നൽകും. സപ്ലൈകോയുടെ വിപണി ഇടപെടലിനായിട്ട് 200 കോടിയും ഓണക്കിറ്റിനായിട്ട് 53 കോടിയും ഉൾപ്പെടെ 253 കോടി രൂപയുടെ അടിയന്തര ധനസഹായം സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തുടർച്ചയായിട്ട് 126 നിയമസഭാ മണ്ഡലങ്ങളിൽ ഓണം മാർക്കറ്റുകളും 11 ജില്ലകളിൽ ഫെയറുകളും സംഘടിപ്പിക്കുന്നതിനൊപ്പം തന്നെ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ഓഗസ്റ്റ് 8 മുതൽ 25 വരെ മെഗാ ട്രേഡ് ഫെയറുകളുമൊക്കെ തന്നെ സംഘടിപ്പിക്കുന്നതാണ്. ഈ സർക്കാരിൻ്റെ കഴിഞ്ഞ 2 മാസത്തിനിടെ ആകെ 448
148 കോടി രൂപയാണ് വകുപ്പിനായിട്ട് അനുവദിച്ചിട്ടുള്ളത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ജൂലൈ 31-നകം KYC പൂർത്തിയാക്കാത്ത ഉപഭോക്താക്കൾക്ക് പാചകവാതക വിതരണം തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെന്ന് വിവിധ ഗ്യാസ് ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനാൽ ഇതുവരെ നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കാത്തവർ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ എല്ലാവരും KYC നിർവഹിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതുവരെ ഒരു തവണ പോലും ബയോമെട്രിക് KYC അത് ചെയ്തിട്ടില്ലാത്ത എല്ലാ ഉപഭോക്താക്കളും തടസ്സമില്ലാതെ ഗ്യാസ് ലഭിക്കുന്നതിനായിട്ട് ഇത് നിർബന്ധമായിട്ടും ചെയ്യുക. എന്നാൽ മുൻപ് KYC പൂർത്തിയാക്കിയ സാധാരണ ഉപഭോക്താക്കൾ ഇത് വീണ്ടും ചെയ്യേണ്ടതില്ല. അതേസമയം പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതി വഴി നിലവിൽ സബ്സിഡി ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ എല്ലാ വർഷവും നിങ്ങൾ ഈ KYC പുതുക്കേണ്ടതായിട്ടുണ്ട്. അല്ലാത്തപക്ഷം സബ്സിഡി തുക നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കണക്ഷൻ ആരുടെ പേരിലാണോ ഉള്ളത് അവർ തന്നെയാണ് നേരിട്ടെത്തി ബയോമെട്രിക് മസ്റ്ററിംഗ് നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കേണ്ടതായിട്ടുള്ളത്. ഉടമ മരിച്ചു പോവുകയോ സ്ഥലത്തില്ലാതിരിക്കുകയോ ചെയ്ത സാഹചര്യങ്ങളിലൊക്കെ തന്നെ കണക്ഷൻ നിയമാനുസൃതമായിട്ട് മറ്റൊരു അവകാശിയുടെ പേരിലേക്ക് മാറ്റിയ ശേഷമേ ഈ KYC പൂർത്തിയാക്കാൻ സാധിക്കൂ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, അന്താരാഷ്ട്ര തലത്തിൽ ഹോർമുസ് കടലിടുക്ക് അടച്ചതിനെ തുടർന്ന് രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലകൾക്ക് പുറമെ പാചകവാതകത്തിനും അടുത്ത മാസം 1-ാം തീയതി മുതൽ വില വർദ്ധിച്ചേക്കുമെന്ന് വിവിധ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനിടെ ഇന്ത്യൻ ഗ്യാസ് ഭാരം കുറഞ്ഞതും ആധുനികവുമായിട്ടുള്ള പുതിയ LPG സിലിണ്ടറുകൾ വിപണിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. 10 കിലോഗ്രാം തൂക്കം വരുന്ന തുരുമ്പ് പിടിക്കാത്ത കോമ്പോസിറ്റ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഇന്ത്യൻ എക്സ്ട്രാ ലൈറ്റ് നൗ സിലിണ്ടറുകളാണ് ഇത്തരത്തിൽ പുറത്തിറക്കിയിട്ടുള്ളത്. സിലിണ്ടറിലെ വാതകത്തിൻ്റെ അളവ് പുറത്തുനിന്ന് തന്നെ വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന സുതാര്യമായിട്ടുള്ള പുറംഭാഗമാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകത. ബുക്കിംഗ് നടത്തി 4 മണിക്കൂറിനുള്ളിൽ സിലിണ്ടർ വീട്ടിലെത്തിക്കുന്ന അതിവേഗ ഹോം ഡെലിവറി സേവനവും ഇതിനോടൊപ്പം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറെ ജനപ്രിയമായിട്ടുള്ള 5 കിലോഗ്രാം ചോട്ടു സിലിണ്ടറുകൾക്കും ഈ 4 മണിക്കൂർ അതിവേഗ ഡെലിവറി സേവനം ഇന്ത്യയിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം നിലവിൽ വളരെ ഊർജിതമായി തന്നെ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ജൂലൈ മാസത്തിലെ 2000 രൂപയുടെ പെൻഷൻ തുക അത് നേരിട്ട് കൈപ്പറ്റുന്നവരുടെയൊക്കെ തന്നെ വീടുകളിൽ സഹകരണ സംഘം ജീവനക്കാർ എത്തി ഓഗസ്റ്റ് മാസം 3-ാം തീയതിക്കുള്ളിൽ തന്നെ പൂർണ്ണമായിട്ടും അത് എത്തിച്ചു നൽകുന്നതാണ്. ഇതിന് പുറമെയായിട്ട് കേന്ദ്രവിഹിതം യഥാസമയം ലഭിക്കാത്തതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ NSAP പെൻഷൻകാരുടെയൊക്കെ തന്നെ ആശ്വാസത്തിനായിട്ട് 23 കോടി രൂപ സംസ്ഥാന സർക്കാർ മുൻകൂറായിട്ട് അനുവദിച്ചിട്ടുമുണ്ട്. പെൻഷൻകാർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഓഗസ്റ്റ് മാസത്തിലെ ഓണം ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള ആശ്വാസ വാർത്തകളും പുറത്തു വരുന്നുണ്ട്. വരാനിരിക്കുന്ന ഓണാഘോഷത്തോടനുബന്ധിച്ചുകൊണ്ട് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷനോടൊപ്പം തന്നെ ഒരു മാസത്തെ പെൻഷൻ തുക കൂടി മുൻകൂറായി അഡ്വാൻസായിട്ട് നൽകാൻ വലിയ സാധ്യതയുള്ളതിനാൽ തന്നെ ആകെ 4000 രൂപ നമുക്ക് ഒന്നിച്ച് പെൻഷൻകാരുടെയൊക്കെ തന്നെ കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും എത്തിച്ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ കുടിശ്ശികയും അതോടൊപ്പം തന്നെ അഡ്വാൻസും ചേർത്ത് ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അർഹരായിട്ടുള്ള പെൻഷൻകാരുടെയൊക്കെ തന്നെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും മൊത്തത്തിൽ ഓണക്കാലത്ത് 6000 രൂപയോളം തുകയാണ് ലഭിക്കാൻ പോകുന്നത്. റേഷൻ കാർഡ് മാറ്റങ്ങൾക്കൊപ്പം തന്നെ പെൻഷൻ തുകയും ഓണം ആനുകൂല്യങ്ങളും എത്തുന്നത് സാധാരണക്കാർക്ക് വലിയൊരു സാമ്പത്തിക ആശ്വാസമാകുമ്പോൾ തന്നെ സംസ്ഥാനത്തെ ക്യാൻസർ അതോടൊപ്പം തന്നെ വൃക്ക ക്ഷയരോഗങ്ങൾക്ക് നൽകി വരുന്ന പ്രതിമാസ ധനസഹായം അത് 1000 രൂപയിൽ നിന്നും 2000 രൂപയായിട്ട് ഉയർത്തിയതും രോഗികൾക്ക് കനിവാകുന്നു. ഈ പ്രത്യേക ധനസഹായം തടസ്സമില്ലാതെ തുടർന്നും ലഭിക്കുന്നതിനായിട്ട് ഗുണഭോക്താക്കൾ ഓരോ വർഷവും അപേക്ഷ പുതുക്കി നൽകേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സാധാരണ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്ക് പിന്നീട് ഇത്തരം ഗുരുതരമായിട്ടുള്ള രോഗങ്ങളൊക്കെ ബാധിച്ചാൽ ഈ പ്രത്യേക ധനസഹായത്തിന് കൂടി അർഹതയുണ്ടായിരിക്കുമെങ്കിലും ഉയർന്ന തുക ലഭിക്കുന്ന മറ്റ് ക്ഷേമനിധി ബോർഡ് പെൻഷനുകളോ സർക്കാർ പെൻഷനുകളോ കൈപ്പറ്റുന്നവർക്ക് ഈ ആനുകൂല്യം ലഭിക്കുകയില്ല. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നലെ വർധനവ് തുടർന്നു. 2026 ജൂലൈ 27 തിങ്കളാഴ്ച 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 85 രൂപ കൂടി 13,370 രൂപയിലും പവന് 680 രൂപ കൂടി 1,06,960 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.